പ്രിയമുള്ളവർ, കാവ്യം 39 ഇന്ന് മണമ്പൂർ രാജൻ ബാബു എഴുതിയ കോഴതി എന്ന് പറയുന്ന കവിതയാണ് അവതരിപ്പിക്കുന്നത്. ഈ കവിതയിലേക്ക് മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കവിത കോഴതി. ഒട്ടും പ്രിയമില്ലാത്ത ജഡ്ജി കോർട്ടലക്ഷ്യമാക്കുമെന്ന് പേടിപ്പിക്കേണ്ട. അലക്ഷ്യക്കോടതിക്ക് എന്തു കോർട്ടലക്ഷ്യം? കറുത്ത കോട്ടഴിച്ചാൽ ഒരു മനുഷ്യൻ മാത്രമല്ലേ താങ്കളും? മനുഷ്യപ്പറ്റും സത്യബോധവും നീതിചിന്തയും വെടിയുമ്പോൾ എങ്ങനെ ബഹുമാനിക്കാനാവും? 1000 രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ രാമനാരായണ എന്ന പഴയ പാട്ടിലെ 1000 ഇന്ന് കോടികളായെങ്കിലും ശവക്കോടിയുടെ വില പോലുമില്ല ആ കോടികൾക്കെന്നറിയില്ലേ? ഒട്ടും പ്രിയമില്ലാത്ത ജഡ്ജി കോർട്ടലക്ഷ്യമാക്കുമെന്ന് പേടിപ്പിക്കേണ്ട. അലക്ഷ്യക്കോടതിക്ക് എന്ത് കോർട്ടലക്ഷ്യം? കറുത്ത കോട്ടഴിച്ചാൽ ഒരു മനുഷ്യൻ മാത്രമല്ലേ താങ്കളും? മനുഷ്യപ്പറ്റും സത്യബോധവും നീതിചിന്തയും വെടിയുമ്പോൾ എങ്ങനെ ബഹുമാനിക്കാനാവും? 1000 രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ രാമനാരായണ എന്ന പഴയ പാട്ടിലെ 1000 ഇന്ന് കോടികളായെങ്കിലും ശവക്കോടിയുടെ വില പോലുമില്ല ആ കോടികൾക്കെന്നറിയില്ലേ? പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്നഹങ്കരിച്ചവരോട് പക്ഷേ വിമാനം പറക്കുമെന്നു പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഊറ്റം മറക്കണ്ട. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്നഹങ്കരിച്ചവരോട് പക്ഷേ വിമാനം പറക്കുമെന്നു പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഊറ്റം മറക്കേണ്ട. കൊട്ടേഷൻ നടൻ്റെ കള്ളപ്പണത്തിനും കൂലിത്തല്ല് ഗുണ്ടകൾക്കും കുട പിടിച്ചപ്പോൾ കോടതിയെ കോഴതിയാക്കിയില്ലേ? നിസ്സഹായരായ ജനങ്ങൾക്ക് അപ്പോഴുമുണ്ട് നീതിബോധം. അവർ വെടിയും കൊട്ടേഷൻ നടനെ, അവൻ്റെ സിനിമകളെയും. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്നഹങ്കരിച്ചവരോട് പക്ഷേ വിമാനം പറക്കുമെന്നു പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഊറ്റം മറക്കേണ്ട. കൊട്ടേഷൻ നടൻ്റെ കള്ളപ്പണത്തിനും കൂലിത്തല്ല് ഗുണ്ടകൾക്കും കുട പിടിച്ചപ്പോൾ കോടതിയെ കോഴതിയാക്കിയില്ലേ? നിസ്സഹായരായ ജനങ്ങൾക്ക് അപ്പോഴുമുണ്ട് നീതിബോധം. അവർ വെടിയും കൊട്ടേഷൻ നടനെ, അവൻ്റെ സിനിമകളെയും. അവർ വെടിയും കൊട്ടേഷൻ നടനെ, അവൻ്റെ സിനിമകളെയും. പ്രിയമുള്ളവരെ, ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.